അപ്പോൾ ഈ ഫ്ലൂയിഡ് കൂടുക എന്ന് പറയുന്നത് ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ വെള്ളം കുറഞ്ഞു പോയി, വെള്ളം കൂടിപ്പോയി, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും കുഞ്ഞിന് ഒന്നും പ്രശ്നങ്ങൾ വരില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. ക്ലീനിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ നമ്മൾ ഈ 62 ദിവസം വന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വരെ സെക്യൂരിറ്റീസ്, ക്ലീനിങ് സ്റ്റാഫ്, അതുപോലെ ക്യാൻറ്റീനുള്ള സ്റ്റാഫ് എല്ലാവർക്കും ഭയങ്കര എപ്പോഴും പറയുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് വേഗം ശരിയാവും എന്നുള്ളൊരു, അങ്ങനെ ആൾക്കാർ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എൻ്റെ ഡ്യൂ ഡേറ്റിനേക്കാളും ഒരു 58 ദിവസം മുന്നേ ആയിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. എമർജൻസി സി സെക്ഷൻ ആയിരുന്നു. ഫ്ലൂയിഡിൻ്റെ കൂടുതൽ കാരണം പെട്ടെന്ന് ഉള്ള ഡെലിവറി ആയിരുന്നു ചെയ്തത്. കാരണം അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് 62ാമത്തെ ദിവസമാണ്, ഇന്ന് അവളുടെ ഡിസ്ചാർജ് ദിവസമാണ്. കാരണം ഓഗസ്റ്റ് 13 മുതൽ ഡെലിവറി കഴിഞ്ഞ അന്ന് മുതൽ കുഞ്ഞ് NICUവിലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞ് അന്ന് മുതൽ NICUവിലായിരുന്നു. കാരണം എൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഫ്ലൂയിഡ് കൂടിയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രീമെച്യൂർഡ് ആയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം മോൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളുടെ അവസ്ഥ ഭയങ്കര ഗുരുതരമായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഡോക്ടർ പ്രസാദ് സാറ്, അതേപോലെ NIC ടീം, ഇവരൊക്കെ ആയിരുന്നു ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. മോൾക്ക് ആ സമയത്ത് ക്രിട്ടിക്കൽ ആയിരുന്ന ടൈമിൽ ഡയാലിസിസ്, അതുപോലെ ബ്ലഡൊക്കെ മാറ്റി വയ്ക്കുന്ന അവസ്ഥകളൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇന്ന് 62ാമത്തെ ദിവസമാണ്. അവളുടെ ഡിസ്ചാർജാണ്. ഇപ്പോൾ മോള് നോർമലായിട്ടുള്ള ബേബീസിനെ പോലെ തന്നെയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല. ചെറിയൊരു വെയിറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ലാതെ വേറൊരു പ്രോബ്ലങ്ങളും ഇല്ല. എനിക്ക് 6ാം മാസം മുതൽ ഞാൻ ഇവിടെ ബേബിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ എനിക്ക് ഫ്ലൂയിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കാരണം അന്ന് മുതൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നെ 8th മന്ത് സ്റ്റാർട്ട് ആയപ്പോഴാണ് എനിക്കിങ്ങനെ ഫ്ലൂയിഡ് കൂടിയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്ന് ഇവിടെ ബേബിയിൽ അഡ്മിറ്റ് ആവുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 8-നായിരുന്നു ഞാൻ അഡ്മിറ്റ് ആയത്. ഓഗസ്റ്റ് 13-ന് എമർജൻസി ആയിട്ടായിരുന്നു എൻ്റെ ഡെലിവറി അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഗൈനക്കിലെ നേഴ്സസ് ആയാലും, ഗീത ഡോക്ടർ ആയാലും, അതുപോലെ പ്രസാദ് സാറ്, NICയിലെ നേഴ്സസ്, അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു നമ്മളോട് ഉണ്ടായത്.